കോൺഗ്രസിലെ ഐ ഗ്രൂപ്പ് പൊളിയുന്നു. നേതാക്കളെ പിടിച്ചു നിർത്താനുള്ള ചെന്നിത്തലയുടെ ശ്രമങ്ങൾ വിഫലം. ഗ്രൂപ്പ് യോഗങ്ങളിൽ പങ്കെടുക്കില്ല എന്ന് കെ മുരളീധരൻ വ്യക്തമാക്കി. കെ സി വേണുഗോപാൽ, പത്മജ വേണുഗോപാൽ, MI ഷാനവാസ്, VD സതീശൻ തുടങ്ങിയ മുതിർന്ന നേതാക്കൾ ഗ്രൂപ്പ് വിടുന്നു. രണ്ടാഴ്ച മുമ്പ് രമേശ് ചെന്നിത്തല വിളിച്ച ഐ ഗ്രൂപ്പിന്റെ കോർ കമ്മിറ്റി യോഗത്തിൽ നിന്ന് പ്രധാന നേതാക്കൾ വിട്ടുനിന്നിരുന്നു. PP തങ്കച്ചൻ മാത്രമാണ് പങ്കെടുത്തത്. ഇതിനുശേഷം നേതാക്കളെ ഒറ്റയ്ക്ക് കണ്ട് പ്രശ്നപരിഹാരത്തിനുള്ള ശ്രമത്തിനാണ് രമേശ് ചെന്നിത്തല മുൻകൈയെടുത്തിരുന്നത്. എന്നാൽ കെ മുരളീധരൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ കൂടിക്കാഴ്ചയ്ക്ക് വിസമ്മതിക്കുകയാണ്. കെ സുധാകരനെ കണ്ട് പരാതികൾ പരിഹരിക്കാനുള്ള ശ്രമത്തിലാണ് രമേശ് ചെന്നിത്തല. KPCC അധ്യക്ഷനാക്കാനുള്ള ഗ്രൂപ്പിന്റെ ശ്രമത്തെ ചെന്നിത്തല പിന്തുണച്ചില്ലെന്ന പരാതി കെ സുധാകരനുണ്ട്. MI ഷാനവാസ്, KC വേണുഗോപാൽ, പത്മജ, VD സതീശൻ തുടങ്ങിയവരും വിശാല ഐ ഗ്രൂപ്പ് വിടാനുള്ള നീക്കത്തിലാണ്. ഗ്രൂപ്പ് പ്രവർത്തനം പാടില്ലെന്ന ഹൈക്കമാൻഡ് നിർദ്ദേശം പാലിക്കുന്നുവെന്നാണ് ഇവരുടെ വിശദീകരണം. ഇനി ഗ്രൂപ്പ് കളിക്കാനുള്ള ശേഷി പാർട്ടിക്കില്ലെന്ന് മുരളീധരൻ തുറന്നടിച്ചു. ഇല്ലല്ല, ഞങ്ങളൊന്നും ഒരു ഗ്രൂപ്പ് യോഗത്തിലൊന്നും പങ്കെടുത്തിട്ടില്ല. രാഹുൽ ഗാന്ധിയുടെ ആഹ്വാനം അനുസരിച്ച് തന്നെയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഗ്രൂപ്പ് പ്രവർത്തനം പാടില്ല എന്ന്. അത് അക്ഷരമതി അനുസരിച്ചുകൊണ്ട് തന്നെ ഞങ്ങളൊന്നും ഇപ്പോൾ ഒരു ഗ്രൂപ്പ് പ്രവർത്തനവും നടത്തുന്നില്ല. കാരണം ഗ്രൂപ്പ് താങ്ങാനുള്ള ശക്തി ഇപ്പോൾ പാർട്ടിക്കില്ല. ഐ ഗ്രൂപ്പിൽ നിന്ന് വിട്ടുനിൽക്കുന്നവർ ഹൈക്കമാൻഡിനോട്, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയോട് ആശയവിനിമയം നടത്താനാണ് ശ്രമിക്കുന്നത്. ഭൂരിഭാഗം യൂത്ത് നേതാക്കളും കോൺഗ്രസിന്റെ പാർലമെന്റ് അംഗങ്ങളും ഈ ഹൈക്കമാൻഡ് ഗ്രൂപ്പിനോട് ആഭിമുഖ്യം പുലർത്തുന്നവരാണ്. നേതാക്കളെ ഒരുമിച്ച് നിർത്താനുള്ള രമേശിന്റെ ശ്രമം വിഫലമായാൽ വിശാല ഐ ഗ്രൂപ്പിന്റെ തകർച്ച ഉറപ്പാകും. MR സജേഷ്, തിരുവനന്തപുരം. പയ്യന്നൂരിലെ തന്റെ പ്രസംഗം നിയമവിധേയമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. സ്വയരക്ഷയ്ക്ക് വേണ്ടി ചെറുത്തു നിൽക്കാനുള്ള നിയമപരമായ അവകാശമുണ്ട്. ഗീതാ ഗോപിനാഥിന്റെ നിയമനം പാർട്ടി സെക്രട്ടേറിയറ്റ് തീരുമാനമാണെന്നും കോടിയേരി കൊച്ചിയിൽ പറഞ്ഞു. പയ്യന്നൂരിൽ ഞാൻ നടത്തിയ പ്രസംഗം നിയമവിധേയമായിട്ടുള്ള ഒരു പ്രസംഗം മാത്രമാണ്. IPC 96, IPC 302 ഇതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് സ്വയം രക്ഷയ്ക്ക് വേണ്ടി ചെറുത്തുനിൽപ്പാകാം. അപ്പോൾ IPC അനുശാസിക്കുന്ന വിധത്തിലുള്ള സ്വയം രക്ഷയ്ക്ക് വേണ്ടിയുള്ള ചെറുത്തുനിൽപ്പ് സംഘടിപ്പിക്കണം എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അത് നിയമവിധേയമായിട്ടുള്ളൊരു പ്രസംഗമാണ്. സ്വയം രക്ഷയ്ക്ക് വേണ്ടി ചെറുത്തുനിൽപ്പാകാമെന്ന് സുപ്രീം കോടതി ജഡ്ജിമെൻ്റ് ഉണ്ട്. അതുകൊണ്ട് ഇത് സംബന്ധിച്ച് ഇപ്പം ചില ആളുകൾ പരാതിയുമായിട്ട് ചില കേന്ദ്രങ്ങളെ സമീപിച്ചിട്ടുണ്ടല്ലോ. അവർ പരിശോധിക്കട്ടെ. ഇതിൻ്റെ പേരിൽ വരുന്ന ഏതൊരു നടപടിയും നേരിടാൻ ഞാൻ സന്നദ്ധനാണ്. റെഡ് ക്രോസ് സൊസൈറ്റിയിലെ അഴിമതിയിൽ ആഭ്യന്തര സെക്രട്ടറി അന്വേഷണത്തിന് ഉത്തരവിട്ടു. അടിയന്തരമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കണം എന്ന DGPക്ക് കത്ത് നൽകി. ക്രമക്കേട് നടന്നതിനെ തുടർന്ന് റെഡ് ക്രോസ് സൊസൈറ്റി പിരിച്ചുവിട്ടിരുന്നു. ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ ചെയർമാനായ സുൽസി കുര്യന്റെ പേരിൽ ഉയർന്ന ആരോപണങ്ങളും സാമ്പത്തിക തിരിമറി അടക്കമുള്ള ക്രമക്കേടുകളിലും അടിയന്തര അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ആഭ്യന്തര സെക്രട്ടറി നളിനി നെറ്റോ DGPക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ക്രമക്കേടുകളെപ്പറ്റി പഠിച്ച ബീന IAS നൽകിയ റിപ്പോർട്ട് കഴിഞ്ഞ UDF സർക്കാർ പൂഴ്ത്തിയിരുന്നു. വീണ്ടും വ്യാപക പരാതി ഉയർന്നതിനെ തുടർന്ന് റെഡ് ക്രോസിന്റെ കേരള ഘടകം പിരിച്ചുവിട്ട് ബിജു പ്രഭാകർ IASനെ സംസ്ഥാന അഡ്മിനിസ്ട്രേറ്ററായി സർക്കാർ നിയമിച്ചിരുന്നു. ബിജു പ്രഭാകർ നൽകിയ റിപ്പോർട്ടിലും സുൽസി കുര്യനെതിരെ കടുത്ത പരാമർശങ്ങൾ ഉണ്ടായിരുന്നു. ജീവകാരുണ്യ പ്രവർത്തനത്തിന് സംഭാവനയായി ലഭിച്ച പണം ചെയർമാൻ സുൽസി കുര്യൻ, ജനറൽ സെക്രട്ടറി ചെമ്പഴന്തി അനിൽ, വൈസ് ചെയർമാൻ രജിത് രാജേന്ദ്രൻ എന്നിവർ ദൂർത്തടിച്ചതായും ക്രമക്കേടുകൾ നടത്തിയതായും വ്യക്തമായിരുന്നു. ഇതാകെ പരിഗണിച്ചാണ് സർക്കാർ റെഡ് ക്രോസിലെ തിരിമറികൾ അന്വേഷിക്കുന്നതിന് ക്രൈംബ്രാഞ്ചിനെ ചുമതലപ്പെടുത്തിയത്. S ജീവൻകുമാർ, തിരുവനന്തപുരം. ഗവൺമെന്റ് പ്ലീഡർ ധനേഷ് മാത്യു മാഞ്ഞൂരാനെതിരെ ദൃക്സാക്ഷിയുടെ മൊഴി. യുവതിയെ മാഞ്ഞൂരാൻ കടന്നുപിടിച്ചുവെന്നാണ് കേസിൽ സാക്ഷിയായ ഷാജി മൊഴി നൽകിയിരിക്കുന്നത്. സംഭവ ദിവസം വൈകിട്ട് 7:10 കോൺവെന്റ് റോഡിൽ താൻ കണ്ട സംഭവങ്ങൾ വിശദീകരിച്ചുകൊണ്ടാണ് ഷാജി പ്രത്യേക അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയത്. MG റോഡിൽ ഹോട്ടൽ നടത്തുന്ന ഷാജി കടയടച്ച ശേഷം മടങ്ങവേ കോൺവെന്റ് റോഡിലെ ചായക്കടയിൽ കയറി. അതിനിടെയാണ് തൊട്ടടുത്ത ബസ് സ്റ്റോപ്പിൽ ഒരു യുവതിയെ ഒരാൾ കടന്നുപിടിക്കുന്നത് കണ്ടത്. യുവതി കുതറിമാറി രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ബഹളം വയ്ക്കുകയും ചെയ്തു. ഇതിനിടെ ഓടിക്കൂടിയ നാട്ടുകാർ ഇയാളെ പിടികൂടി സ്ഥലത്തെത്തിയ പോലീസ് സംഘത്തിന് കൈമാറി. ഇയാളോട് പോലീസുകാർ സൗഹൃദത്തോടെയാണ് പെരുമാറിയതെന്നും ഷാജി നൽകിയ മൊഴിയിലുണ്ട്. ഒരു കൈ കൊണ്ട് ഇങ്ങനെ ബട്ടൻ കയറി പിടിക്കുകയാണ് ചെയ്തത്, അല്ലെങ്കിൽ തലക്ക് മേളിലൊക്കെ അല്ല. ആ സ്ത്രീ അപ്പം തന്നെ ഒച്ചെടുക്കുകയും ചെയ്തു. അതും പേടിച്ചു. എന്താ സംഭവം എന്ന് എനിക്കറിയില്ല. ആൾക്കാരെ മൊത്തത്തിൽ അവിടെ ആൾക്കാരുണ്ട്, പക്ഷെ ആൾക്കാർക്ക് ഒന്നും കാര്യം മനസ്സിലായില്ല. പോലീസ് ജീപ്പിൽ ഇയാളെ കയറ്റിക്കൊണ്ടുപോയതിനു ശേഷം എന്ത് നടന്നുവെന്ന് തനിക്കറിയില്ല. എന്നാൽ പിന്നീട് സംഭവം വിവാദമായതിനു ശേഷമാണ് ഇയാൾ അഭിഭാഷകനായിരുന്നുവെന്ന് മനസ്സിലായത്. യുവതിയെ കടന്നുപിടിച്ചയാളെ കണ്ടുവെന്നും പോലീസ് അറസ്റ്റ് ചെയ്തയാൾ തന്നെയാണ് കൃത്യം നടത്തിയതെന്നും ഷാജി പറഞ്ഞു. മാഞ്ഞൂരാൻ യുവതിയെ രക്ഷിക്കാൻ ശ്രമിക്കുകയായിരുന്നുവെന്ന് മറ്റൊരു അഭിഭാഷകൻ നൽകിയ മൊഴി കളവാണെന്നും ഷാജി പറഞ്ഞു. പക്ഷേ അദ്ദേഹത്തിന്റെ ഫ്രണ്ടിൽ ഒരാൾ ഓടിയതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഞാനും എൻ്റെ കൂടെ ഉണ്ടായിരുന്നതിനും കണ്ടിട്ടില്ല അതിന്റെ ഫ്രണ്ടിൽ. കാരണം ഞങ്ങൾക്ക് നേരെ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് കാണാം ഇദ്ദേഹം വന്ന് പിടിക്കുന്നതും ഇദ്ദേഹം ഓടുന്നതും ഞങ്ങൾക്ക് കാണാം. സമാന രീതിയിലുള്ള മൊഴിയായിരുന്നു അതിക്രമത്തിനിരയായ യുവതി മജിസ്ട്രേറ്റ് മുമ്പാകെ നൽകിയതും. മാഞ്ഞൂരാന്റെ അറസ്റ്റും ഇത് സംബന്ധിച്ച വാർത്തകളുമായിരുന്നു അഭിഭാഷകരുടെ മാധ്യമവിരോധത്തിന് കാരണമായത്. മാധ്യമങ്ങളും പോലീസും ചേർന്ന് നടത്തിയ ഗൂഢാലോചനയാണെന്നായിരുന്നു അഭിഭാഷക സംഘടനയുടെ നിലപാട്.
ദൃക്സാക്ഷിയുടെ മൊഴി പുറത്തുവന്നതോടെ മാഞ്ഞൂരാനു വേണ്ടി രംഗത്തെത്തി മാധ്യമപ്രവർത്തകരെ വേട്ടയാടിയ അഭിഭാഷക സംഘടന പ്രതിക്കൂട്ടിലായി. സാലി മുഹമ്മദ്, കൊച്ചി. മാധ്യമപ്രവർത്തനത്തിന് നേരെയുള്ള വിലക്കുകൾ നീക്കാൻ വേണ്ട വിധത്തിൽ ഇടപെടുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. KUWJ നേതാക്കളുമായി കൊച്ചിയിൽ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരുന്നു കോടിയേരിയുടെ പ്രതികരണം. കോടതിയിൽ നിർഭയമായി വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന സാഹചര്യമുണ്ടാക്കണം. അതിന് നേരത്തെ ഉണ്ടായിരുന്ന സൗകര്യങ്ങൾ തുടരണം. കോടതി പരിസരത്ത് 200 മീറ്റർ ചുറ്റളവിൽ പ്രകടനം നിരോധിച്ച ഉത്തരവ് ഹൈക്കോടതി പുനഃപരിശോധിക്കണമെന്നും കോടിയേരി ആവശ്യപ്പെട്ടു. സ്വയം രക്ഷയ്ക്ക് വേണ്ടി ചേർത്തിരിപ്പാകാമെന്ന് സുപ്രീം കോടതി ജഡ്ജിമെന്റ്. അതുകൊണ്ട് ഇത് സംബന്ധിച്ച് ഇപ്പൊ ചില ആളുകൾ മാധ്യമ അഭിഭാഷക സംഘർഷത്തിൽ ഗവർണർ ഇടപെടണമെന്ന് VM സുധീരൻ. ഇക്കാര്യം ആവശ്യപ്പെട്ട് ഗവർണർക്ക് കത്ത് നൽകും. ചേംബറിൽ നിന്നും വാർത്ത എടുക്കരുതെന്ന ഹൈക്കോടതി നിർദ്ദേശം അറിയാനുള്ള അവകാശത്തെ ബാധിക്കുന്നതാണെന്നും സുധീരൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. ബഹുമാനപ്പെട്ട ഹൈക്കോടതി മാധ്യമങ്ങൾക്ക് ഏർപ്പെടുത്തിയ നിയന്ത്രണം അറിയാനുള്ള അവകാശത്തെ പരിമിതമാക്കുന്ന ഒരവസ്ഥയിലാണ് എത്തിച്ചിട്ടുള്ളത്. നീതിന്യായ നിർവഹണം സുതാര്യമായി മുന്നോട്ട് നീക്കുക എന്നുള്ളതിനും അത് പ്രയാസമുണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ പ്രശ്നത്തിന് ശാശ്വതമായൊരു പരിഹാരം ഉണ്ടാകണം. വിദ്യാർത്ഥികൾക്കുൾപ്പെടെ മയക്കുമരുന്ന് നൽകുന്ന സംഘം ആലപ്പുഴ നഗരത്തിൽ പിടിയിലായി. നഗരത്തിലെ പ്രമുഖ സ്കൂളിന് സമീപം വീട് വാടകയ്ക്കെടുത്തായിരുന്നു സംഘത്തിന്റെ പ്രവർത്തനം. മയക്കുമരുന്നും കഞ്ചാവും ഇവിടെ നിന്ന് എക്സൈസ് പിടികൂടിയിട്ടുണ്ട്. ഓൺലൈൻ മാർക്കറ്റിംഗ് ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്ന സ്ഥാപനത്തിന്റെ പേരിൽ ആലപ്പുഴ നഗരമധ്യത്തിൽ വീട് വാടകയ്ക്കെടുക്കുന്നു. മാസം 10,000 രൂപ വാടകയുള്ള ഈ വീട് കേന്ദ്രീകരിച്ച് വൻ മയക്കുമരുന്നിടപാടുകൾ നടത്തുന്നു. മയക്കുമരുന്നിന് അടിമകളായവരെയും വിദ്യാർത്ഥികൾ അടക്കമുള്ളവരെയും വീട്ടിലേക്ക് എത്തിക്കുന്നു. സംഘത്തലവൻ ബിനോയുടെ നേതൃത്വത്തിൽ ഇവർക്ക് കുത്തിവയ്പ് നൽകുന്നു. ഇങ്ങനെയായിരുന്നു നഗരത്തിലെ പ്രമുഖ സ്കൂളിന് 100 മീറ്റർ മാത്രം അകലെ പ്രവർത്തിച്ചിരുന്ന മയക്കുമരുന്ന് മാഫിയ സംഘത്തിന്റെ പ്രവർത്തനം. എക്സൈസ് പരിശോധിക്കുമ്പോൾ കുത്തിവയ്ക്കുന്നതിനായി മയക്കുമരുന്ന് സിറിഞ്ചുകളിൽ നിറച്ച നിലയിലായിരുന്നു. കഞ്ചാവ്, ഗർഭനിരോധന ഗുളികകൾ, ഗർഭനിരോധന ഉറകൾ അടക്കമുള്ളവയും പരിശോധനയിൽ കണ്ടെത്തി. കുത്തിവയ്പ് എടുത്തു നൽകുന്ന ബിനോയും 5 ആവശ്യക്കാരുമാണ് പിടിയിലായത്. പെൺവാണിഭം അടക്കമുള്ള പ്രവർത്തനങ്ങൾ ഇവിടെയുണ്ടായിരുന്നുവെന്നും എക്സൈസ് സംശയിക്കുന്നു. നഗരത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന ഒരു പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ 100 മീറ്റർ മാറി ഒരു ഓൺലൈൻ കമ്പനിയുടെ പേരിൽ ഒരു വീട് വാടകയ്ക്കെടുത്ത് മയക്കുമരുന്നുകൾ ഇഞ്ചക്ഷൻ ചെയ്ത് കൊടുക്കുന്ന ഒരു കേന്ദ്രം ഇന്ന് റെയ്ഡ് ചെയ്യുകയും അവിടെ നിന്ന് നമ്മൾ അതിൻ്റെ പ്രമുഖ സൂത്രധാരനെയും അതിനോടൊപ്പം അവിടെ അത് ഉപയോഗിക്കാനെത്തിയ 6 പേരെയും നമ്മൾ ഇന്ന് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. വിദ്യാർത്ഥിനികൾ ഈ സംഘത്തിന്റെ കെണിയിൽ വീണിട്ടുണ്ടെന്നാണ് സംശയം. നീലചിത്ര നിർമ്മാണം അടക്കമുള്ളവ സ്ഥിരീകരിക്കാൻ വീട്ടിൽ സ്ഥാപിച്ചിരുന്ന രഹസ്യ ക്യാമറയും ഹാർഡ് ഡിസ്കും എക്സൈസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ ചന്ദ്രപാലന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ CA ചന്ദ്രബാബുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് മയക്കുമരുന്ന് മാഫിയ സംഘത്തെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. പീപ്പിൾ ഇംപാക്ട് റിസോഴ്സ് ടീച്ചർമാരുടെ നിയമനത്തിന് കോഴ ആവശ്യപ്പെട്ടതിൽ അന്വേഷണം ആരംഭിച്ചു. അഡീഷണൽ DPI ആണ് സംഭവം അന്വേഷിക്കുന്നത്. IED സെൽ DDയും സഹായിയും കോഴ ആവശ്യപ്പെടുന്ന ഒളിക്യാമറ ദൃശ്യങ്ങൾ പീപ്പിൾ TVയാണ് പുറത്തുവിട്ടത്. വാർത്തയെ തുടർന്ന് DD R രാജനെ സസ്പെൻഡ് ചെയ്തിരുന്നു. റിസോഴ്സ് ടീച്ചർമാരുടെ നിയമനത്തിനായി കോഴ ആവശ്യപ്പെട്ട സംഭവത്തിൽ IED സെൽ ഡെപ്യൂട്ടി ഡയറക്ടർ R രാജനെ കഴിഞ്ഞ ദിവസം പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ സസ്പെൻഡ് ചെയ്തിരുന്നു. DDയും സഹായി ജ്യോതിഷും കോഴ ആവശ്യപ്പെടുന്ന ഒളിക്യാമറ ദൃശ്യങ്ങൾ പീപ്പിൾ TV പുറത്തുവിട്ടതിനെ തുടർന്നായിരുന്നു സസ്പെൻഷൻ. സംഭവം അന്വേഷിക്കുന്നതിനായി അഡീഷണൽ DPI ജെസി ജോസഫിനെ DPI മോഹൻകുമാർ IAS ചുമതലപ്പെടുത്തിയിരുന്നു. അഡീഷണൽ DPI പ്രാഥമിക അന്വേഷണം ആരംഭിച്ചു. അതേസമയം രാജിനെതിരെ നേരത്തെ തന്നെ നിരവധി പരാതികൾ വിദ്യാഭ്യാസ വകുപ്പിന് ലഭിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ വിജിലൻസിന്റെ കയ്യിലുള്ള പരാതികൾ സംബന്ധിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. DDക്ക് വേണ്ടി കോഴ ആവശ്യപ്പെട്ട വയനാട്ടിലെ റിസോഴ്സ് ടീച്ചർ ജ്യോതിഷിനെ പറ്റിയുള്ള വിവരങ്ങളും വിദ്യാഭ്യാസ വകുപ്പ് ശേഖരിച്ചു തുടങ്ങി. DDയുടെയും ജ്യോതിഷിന്റെയും സ്വത്ത് വിവരങ്ങളെക്കുറിച്ചും അന്വേഷണം നടത്തും. വിവിധ ജില്ലകളിലെ റിസോഴ്സ് ടീച്ചർമാരിൽ നിന്നും ADPI മൊഴിയെടുക്കും. രാജന്റെ ഏജന്റുമാരായി പ്രവർത്തിക്കുന്ന റിസോഴ്സ് ടീച്ചർമാരെയും അന്വേഷണ പരിധിയിൽ കൊണ്ടുവരും. ഇത്തരക്കാർക്കെതിരെയും കർശന നടപടിക്ക് വിദ്യാഭ്യാസ വകുപ്പ് ഒരുങ്ങുന്നതായാണ് സൂചന. PV കുട്ടൻ, കോഴിക്കോട്. അഴിമതി ആരോപണ വിധേയനായ കൃഷിവകുപ്പ് ഡയറക്ടർ അശോക് കുമാർ തെക്കനെ സ്ഥാനത്ത് നിന്ന് നീക്കി. കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്ത് പൂഴ്ത്തിവച്ചിരുന്ന ഇന്റേണൽ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി.
കൊപ്ര സംഭരണം സീഡ് അതോറിറ്റിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ, ഹോർട്ടികോർപ്പിൽ നടന്ന ക്രമക്കേടുകൾ, കെയർഫെഡിലെ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങൾ എന്നിവ പരിശോധിച്ച ശേഷമാണ് കൃഷിമന്ത്രി VS സുനിൽകുമാർ കൃഷി ഡയറക്ടർക്കെതിരെ നടപടിക്ക് ശുപാർശ ചെയ്തത്. ഇന്നലെ വൈകിട്ടോടെ മുഖ്യമന്ത്രി വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടതോടെ കൃഷിവകുപ്പ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് തെക്കനെ മാറ്റി. കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്ത് പൂഴ്ത്തിവെച്ചിരുന്ന ആഭ്യന്തര വിജിലൻസ് റിപ്പോർട്ടിൽ തെക്കനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഉന്നയിച്ചിരുന്നത്. UDF ഭരണകാലത്ത് തന്നെ ഏറ്റവും അധികം ആക്ഷേപം കേട്ട ഉദ്യോഗസ്ഥന്മാരിൽ ഒരാളായിരുന്നു അശോക് കുമാർ തെക്കൻ. എന്നാൽ അന്നത്തെ മന്ത്രിയുടെ വിശ്വസ്തനായ തെക്കനെതിരെ റിപ്പോർട്ട് സർക്കാർ തന്നെ പൂഴ്ത്തുകയായിരുന്നു. തെക്കനെതിരായ അന്വേഷണ റിപ്പോർട്ടിലെ പരാമർശങ്ങളോട് തെക്കനിൽ നിന്ന് തന്നെ വിശദീകരണം തേടിയ വിചിത്ര സംഭവവും അക്കാലത്ത് നടന്നു. നിലവിൽ അശോക് കുമാർ തെക്കൻ കൈകാര്യം ചെയ്തിരുന്ന വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിലിന്റെ CEO സ്ഥാനവും നാളികേര വികസന കോർപ്പറേഷന്റെ MD സ്ഥാനവും കൃഷി സെക്രട്ടറി രാജു നാരായണസ്വാമിക്ക് നൽകും. അഡീഷണൽ ഡയറക്ടർക്ക് കൃഷി വകുപ്പ് ഡയറക്ടറുടെ താൽക്കാലിക ചുമതല നൽകും. IAS ഉദ്യോഗസ്ഥരെ ആരെങ്കിലും വകുപ്പ് ഡയറക്ടറായി നിയമിക്കണമെന്നതാണ് മന്ത്രിയുടെ താൽപര്യം. വിജിലൻസ് അന്വേഷണം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചാൽ അശോക് കുമാർ തെക്കനെ സർക്കാർ സസ്പെൻഡ് ചെയ്തേക്കും. S. ജീവൻകുമാർ, തിരുവനന്തപുരം.